ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ് വൻ ഫ്ലോപ്പായി പോകുന്നതായിരിക്കും, നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് കിട്ടുകയുള്ളൂ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അനന്തുമാണ്. 2-3 ദിവസമായിട്ട് നമ്മൾ മീൻ ഫീഡ് കൊടുക്കുമ്പോൾ മീൻ ഫീഡെടുക്കൽ വളരെ കുറവാണ്. നമ്മൾ 3 നേരമാണ് മീൻ ഫീഡ് കൊടുക്കുന്നത്, കാലത്ത്, ഉച്ചയ്ക്ക്, വൈകിട്ട്. അപ്പോൾ വൈകിട്ടാണ് മീൻ ഏറ്റവും കൂടുതൽ ഫീഡും കാര്യങ്ങളും എടുക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ചൂടിൻ്റെ പ്രശ്നം കൊണ്ടാണ് മീൻ തീറ്റെടുക്കൽ വളരെ കുറവ്. അപ്പോൾ അതിനായിട്ടുള്ള സൊല്യൂഷൻ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ടാങ്കിലെ വെള്ളം ഫുള്ളായിട്ട് തന്നെ വറ്റിച്ച് കളയാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഓട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ടാങ്കിലേക്ക് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മീനൊന്ന് ഫീഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതായിരിക്കും മീൻ നല്ല രീതിയിൽ തന്നെ ഫീഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടാങ്കിൽ ആരെങ്കിലും മീനും കാര്യങ്ങളും വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു സൊല്യൂഷനായിരിക്കും ഈ ഇങ്ങനത്തെ ഓടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. മീൻ മാക്സിമം കൂളിങ്ങും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ മീനിൻ്റെ ഫീഡിങ്ങിൻ്റെ അളവും കൂടും. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം വരാനിലെ കുഞ്ഞുങ്ങളെ നിങ്ങളിപ്പോൾ കണ്ടില്ല, നമ്മൾ എടുത്തതിനേക്കാളൊക്കെ ഒരുപാട് പ്രോഫിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ചേഞ്ച് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് വൻ ലോസ്റ്റിലേക്ക് തന്നെ പോകും. മീൻ ഫീഡ് എടുത്തില്ലെങ്കിൽ മീൻ ഓട്ടോമാറ്റിക്കലി തന്നെ മീൻ ലോ ആയി തുടങ്ങും, ഗ്രോത്തും കാര്യങ്ങളും കുറയും, നമുക്ക് വൻ നഷ്ടത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിനേക്കാളും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഓഫ്, അനന്തു.